ലൂക്കോസിൻ്റെ സുവിശേഷം സ്തോത്രം 2-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയും 37 മുതൽ 38 വരെ ഒരു വലിയ കൂട്ടം ദേവാലയത്തിനകത്ത് വാഗ്ദത്ത മശിഹായെ കാത്തിരിക്കുക. എന്തുവാ? ദേവാലയത്തിനകത്ത് വാഗ്ദത്ത മശിഹായെ കാത്തിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം സ്തോത്രം. അവർ നീണ്ട ദിവസങ്ങൾ കാത്തിരിക്കുക, 1-2 ദിവസമല്ല, നീണ്ട ദിവസങ്ങൾ കാത്തിരിക്കുക. അതിനകത്ത് 2 പേരുടെ കാര്യം ബൈബിൾ പറയുന്നുള്ളൂ. ഒന്ന് ഒരു ശിമയോനെ കുറിച്ചും മറ്റൊന്ന് ഹന്നായെക്കുറിച്ചുമാണ് പറയുന്നത്. ഇവർ മാത്രമല്ല, വേറെ ആൾക്കാരും വാഗ്ദത്ത മശിഹായെ കാത്തിരിക്കുക. ഇവിടെ ഹന്നായെക്കുറിച്ച് ശിമയോനെക്കുറിച്ച് പറയുന്നത് സ്തോത്രം മുകളിലത്തെ വാക്യങ്ങളിലുണ്ട്. 25-ാം വാക്യം മുതൽ യെരുശലേമിൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. മതി, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. അവൻ നീണ്ട ദിവസങ്ങൾ കാത്തിരിക്കാൻ കാരണം എന്താ? അവനൊരു അരുളപ്പാട് ദൈവത്തിൽ നിന്നുണ്ടായി, മശിഹായെ കാണാതെ നീ മരിക്കത്തില്ല. സ്തോത്രം. അങ്ങനെയാണെന്ന് ഞാനൊരു ദൂത് പറയാം. ഈ ഉപവാസം താഴെ ദൈവത്തിന് സ്തോത്രം, ഹന്നായും ഉപവസിക്കുന്നത് ഈ വിഷയത്തിനാണ്. ഉപവസിക്കുന്നത് ഒറ്റ കാര്യത്തിന് ശ്രദ്ധിക്കണം, വാഗ്ദത്തം കൺമുമ്പിൽ കാണാനുള്ള ഉപവാസം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു ദൂത് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നീ കേട്ട വാഗ്ദത്തം നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ ഒരു ഉപവാസം വേണം. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ വാഗ്ദത്തം നിന്റെ വീടിനകത്ത്, നിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ ഉയർത്തി കാണിക്കത്തക്ക രീതിയിൽ ഒരു മറുപടി ഉണ്ടാകാൻ പോവുക. അപ്പൊ ഇവരുടെ പ്രാർത്ഥന എന്താണ്? ഒരു വാഗ്ദത്ത നിവർത്തി വെളിപ്പെടാനാ. എത്ര പേരതിന് ആമീൻ പറയും? എത്ര പേരതിന് ആമീൻ പറയും? ഒരു വാഗ്ദത്ത നിവർത്തി. സ്തോത്രം. അപ്പം ശിമയോന് സ്തോത്രം ഒരു ദൈവശബ്ദം ഉണ്ടായി, മശിഹായെ കാണാതെ നീ എന്ത് ചെയ്യത്തില്ല? മരിക്കത്തില്ല. ഞാനൊരു ദൈവത്തിൻ്റെ വെളിപ്പാട് പറയാം. ചിലതൊക്കെ കാണാതെ നിന്റെ കണ്ണടയത്തില്ല. നിന്റെ സന്തതിയുടെ നന്മ കാണാതെ നിന്റെ കണ്ണടയത്തില്ല. സാഹചര്യങ്ങളെ മാറ്റുന്ന രീതിയിലുള്ളൊരു ദൈവപ്രവൃത്തി. നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം കാണാതെ നിന്റെ കണ്ണടയത്തില്ല. നീ വെക്കുന്ന പുതിയ പാർപ്പിടത്തിൽ കയറി പാർക്കാതെ നിന്റെ എനിക്കെന്തോ ദൈവാത്മാവ് പറയുക, ജീസസ് അളവ് നൂൽ ചിലർക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നാളിതുവരെയും കാണാത്ത അവകാശങ്ങളെ പ്രാപിക്കുവാനുള്ള ദൈവത്തിൻ്റെ സമയമായി. നമുക്ക് മുമ്പിൽ ചില തടസ്സങ്ങളൊക്കെ വരുന്നത് നമ്മളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണ്. എത്ര വലിയ തടസ്സവും പ്രാർത്ഥനയിൽ എന്തു ചെയ്യും? മാറിപ്പോകും. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാം. നിന്റെ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തി തരും. നിന്റെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തി തരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ദൈവശബ്ദം കേട്ടേ ചിരിക്കുക, അവർ കാത്തിരിക്കുക വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ സ്തോത്രം. ഹന്നായെക്കുറിച്ച് വായിക്കുന്ന ഭാഗത്തോട്ട് നമുക്ക് വരാൻ പോവുക. ഹല്ലേലൂയ. വാക്യം 37. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അശേർ ഗോത്രത്തിൽ ഹനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്ത് പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും. 84 സംവത്സരം. അവൻ വളരെ പ്രായമുള്ള അമ്മച്ചിയാ. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് എന്നവരുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. 3 പദങ്ങൾ എടുക്കുക. ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസം, ദൈവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥന, ദൈവാലയം വിട്ടുപിരിയാതെ ആരാധന. സ്തോത്രം. ദൈവാലയം എന്ന പദത്തിന് അവിടോട്ട് മറ്റൊരു പദം കൂടെ ഞാൻ തിരികെ കയറ്റുക. ദൈവത്തെ വിടാതുള്ള ഉപവാസം, ദൈവത്തെ വിടാതുള്ള പ്രാർത്ഥന, ദൈവത്തെ വിടാതുള്ള ആരാധന. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ 3 തലങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ തുറന്നു വരണം. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, അല്പ ദിവസത്തിനുള്ളിൽ നീ ദൈവാലയം വിടാതെ പ്രാർത്ഥിച്ചാൽ, ദൈവാലയം വിടാതെ ഉപവസിച്ചാൽ, ദൈവാലയം വിടാതെ ആരാധിച്ചാൽ, നീ കേട്ട ശബ്ദത്തിന്റെ മറുപടി നിന്റെ കൈകളിൽ വരുന്ന ദിവസങ്ങൾ വളരെ അടുത്ത. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ.
ഹല്ലേലൂയ. ആരോടൊക്കെയോ ഞാൻ ആത്മാവി പ്രവചിക്കുക. സ്തോത്രം. ശ്രദ്ധിക്കണം, എനിക്കൊരു ബോധ്യം ദൈവം തരുന്നു. ചില വീടുകൾക്കകത്ത് വലിയ ഒരുക്കങ്ങൾ നടക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ നിന്റെ രക്തബന്ധങ്ങൾക്ക് പോലും ആശ്ചര്യമാകത്തക്കവണ്ണം നിന്റെ കരങ്ങൾ ദൈവത്തിൻ്റെ മറുപടി, നിന്റെ സന്തതികളുടെ മറുപടികൾ കൊണ്ട് ദൈവം അത് ചെയ്യാൻ പോവുക. ശ്രേഷ്ഠകരമായി ചെയ്യാൻ പോവുക. അത്ഭുതകരമായി ചെയ്യാൻ പോവുക. ഞാൻ കാണുക ചില വീടുകൾക്കകത്ത് ചിലരൊക്കെ ആശ്ചര്യത്തോടെ നോക്കത്തക്ക രീതിയിൽ ആ മറുപടി ഇറങ്ങി നിൽക്കാൻ പോവുക. ഇവിടെ ഒരു ശിമയോനും ദൈവത്തിൽ, ഇവിടെ ഒരു ഹന്നായും 1-2 പേരുടെ ബൈബിൾ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അവിടെ ഒരു വലിയ ഗണം പാർക്കുക. എന്തിനാ? വാഗ്ദത്ത നിവർത്തി വെളിപ്പെടാൻ. സ്തോത്രം. ഞാനൊരു കാര്യം നിന്നോട് പറയാം. നിന്നെ ചിലരൊക്കെ നോക്കി പുച്ഛിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നീ വിടരുത്. നീ ഉപവസിക്കണം. നിന്റെ വീട്ടിനകത്ത് ആ മറുപടി പ്രസവദ്വാരത്തിൽ എത്തിയിട്ട് അവൻ പ്രസവിപ്പിക്കാതിരിക്കുമോ? നിശ്ചയമായും പ്രസവിപ്പിക്കും. നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ വീട്ടിൽ നടക്കാനിരിക്കുന്ന വിടുതൽ നിന്റെ കുടുംബത്തിൽ